ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറച്ചൊന്ന് കയറിയിട്ടുണ്ട്. സാധാരണ ഞാൻ പറയാറുണ്ട് $88 എന്നുള്ളത് ഒരു ബ്രിമ്മായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ആ ബ്രിമ്മ് ജസ്റ്റ് ബ്രേക്ക് ചെയ്തു. അതായത് മൾട്ടിപ്പിൾ ലെവൽസ് നമുക്ക് $80 മേളിൽ, അടുത്ത $88 മേളിൽ, $96 മേളിൽ, 100 മേളിൽ എന്നിങ്ങനെ 4 കാറ്റഗറിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുക. $80 മേളിലാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് $88 എന്ന് പറയുന്നത് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ്. അതുവരെ ഓക്കെ ആണ് എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. 96 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനാണ്. ആ 96 എത്തുമ്പോൾ തന്നെ നമ്മൾ പാനിക്കും അലേർട്ടും ആവുന്നുണ്ടാവും. $100 എന്ന് പറയുന്നത് ആ പാനിക്ക് നമ്മുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അവിടെ സംഭവിക്കുക. അപ്പോൾ നമ്മൾ ആ 88 നിന്ന് വിട്ട് വെളിയിലേക്ക് പോയി 96 എത്തിയിട്ടുമില്ല എന്നുള്ളൊരു അലേർട്ട് സിറ്റുവേഷൻ എടുക്കേണ്ട സമയത്തിലേക്ക് വരുന്നൊരു സിറ്റുവേഷൻ അവിടെയുണ്ട്. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നമ്മുടെ മാർക്കറ്റിനെ ഒന്ന് സ്ലൈറ്റായിട്ട് നെഗറ്റീവ് ആക്കുന്നുണ്ട്. നമ്മുടെ HDFC ബാങ്കിൻ്റെ CEO മാറുന്നതും പുതിയൊരാളാണോ പഴയ ആളുടെ ടെന്യൂർ ആണോ കൂട്ടുന്നത് എന്നിങ്ങനെയുള്ള ഡേറ്റാസ് കൃത്യമായിട്ട് അറിയാത്തത് കാരണം ഇന്നലെ HDFC ബാങ്ക് 720 താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ് 720 എന്ന് പറയുന്നത്. 720 ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ഇന്നലെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ ഇന്നലത്തെ നമ്മുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിനകത്ത് മാർക്കറ്റ് നെഗറ്റീവ് എന്നുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു അല്ലേ. ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ ഞാനും ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ചെയ്തതിൻ്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ലെവൽ HDFC ബാങ്ക് ബ്രേക്ക് ചെയ്തു. സോ ദാറ്റ് ബാങ്ക് നിഫ്റ്റി വിൽ ഫോൾ ആൻഡ് ഡെഫിനറ്റ്ലി നിഫ്റ്റി വിൽ ഫോളോ ദ ട്രെൻഡ്. ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ടാണ് അവിടെ ഇന്നലെ ഷോർട്ടിങ് പോയത്. അപ്പോൾ ആ സിറ്റുവേഷൻ ഇന്നും അവിടെ വാലിഡായിട്ട് നിൽക്കുന്നുണ്ട്. ഇൻ കേസ് എപ്പോഴെങ്കിലും ഒരു HDFCയുടെ CEOയുടെ ചേഞ്ചോ ഇല്ലെങ്കിൽ പുതിയൊരു CEOയുടെ നെയിമോ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരു ചേഞ്ച് വന്നേക്കാം. അതാണ് അവിടുത്തെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുക. പിന്നെ മെറ്റൽ സെക്ടർ ഇന്നലെ വീഴുന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നല്ല സ്റ്റോക്കായിട്ടുള്ള ഹിൻഡാൽക്കോ അതിലൊക്കെ ഒരു 2-3% ഡൗൺഫോൾ. ഓൾറെഡി നമ്മളെടുത്ത ഹിൻഡാൽക്കോ ഓൾമോസ്റ്റ് 45-50% പ്രോഫിറ്റിൽ കിടക്കുന്നതുകൊണ്ട് അതിൽ നിന്നൊരു 2%ഓളം 2.5% താഴെ പോയിട്ട് നമ്മളത് സെല്ല് ചെയ്തിട്ടില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു നെഗറ്റീവ് ആവും എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് കോഷ്യസ് ആയിട്ട് നിൽക്കേണ്ട. എന്തുകൊണ്ടായിരിക്കാം മാർക്കറ്റ് 24,000ലേക്ക് ഹെഡ് ചെയ്യുന്നു. 24,000 എന്നുള്ളൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ ക്രൂഡ് ഓയിൽ 88 പറഞ്ഞതുപോലെ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഷ്യസ് ആവേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അവിടെ 96 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോഷ്യസ് ആവും എന്ന് പറയുന്നത് പോലെ നിഫ്റ്റിയിൽ 24,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹൈലി കോഷ്യസ് ആവണം എന്നുള്ളതാണ്. ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതുകൊണ്ട് ആൾക്കാർ അവരുടെ പൊസിഷൻസ് ലൈറ്റാക്കി കുറയ്ക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ അധികം പൊസിഷൻസ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ആക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പൊസിഷൻസ് ജസ്റ്റ് നൗ എടുത്ത ഏതെങ്കിലും പൊസിഷൻസ് ഉണ്ടെങ്കിൽ 24,000 വാച്ച് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ പൊസിഷൻസ് പാർഷ്യലി വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾക്ക് ഒരു അലേർട്ട് തരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡിസിഷൻസ് എടുക്കാന്നുള്ളതാണ്. ലോങ് ടേമിലത്തേക്ക് നിങ്ങളൊരു 25-30% പ്രോഫിറ്റിലിരിക്കുന്ന നിങ്ങൾ അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. ഞാൻ പറഞ്ഞത് ജസ്റ്റ് നൗ ഒരു 1%, 2% പ്രോഫിറ്റ് ഓർ ലോസിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ്. ഓക്കെ, ഞാൻ ഒരുപാട് സ്റ്റോറി വെളിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അലേർട്ട് തരേണ്ട ഏരിയ ആണ്, അതുകൊണ്ടാണ് അലേർട്ട് തരുന്നത് തന്നെ. അപ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് തന്നെ വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നലെ ഷെയർ ചെയ്ത നമ്മൾ ഷെയർ ചെയ്യുന്ന അതേ ചാർട്ടിനെ വീണ്ടും നമ്മൾ എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലിയ എഡിറ്റ് നമ്മൾ അതിന് മേളിൽ ചെയ്യാറില്ല. ഓക്കെ, ഇത് മാർക്കറ്റ് താഴേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് അല്ലേ. ഞാനിത് 1 അവറിൻ്റെ ടൈം ഫ്രെയിമിലാണ് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കാണിക്കാറുള്ളത്. സോ 1 അവറിൻ്റെ ടൈം ഫ്രെയിമിലേക്ക് എടുക്കാം. സോ ഇതിനെ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് സ്ലൈഡിങ് മാർക്കറ്റ് എന്ന് പറയാറുണ്ടല്ലേ. ഓക്കെ, മാർക്കറ്റ് താഴേക്ക് വീഴുന്നു, ഇതിന് മേളിലേക്ക് പോയി തിരിച്ച് വരുന്നു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇന്നലത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. മാർക്കറ്റ് മേളിലേക്ക് കയറിപ്പോകാൻ സിറ്റുവേഷൻ ഇല്ല, തിരിച്ച് ഈ ട്രെൻഡ് ലൈനിനുള്ളിലേക്ക് വരാനുള്ള സാധ്യത. സോ മാർക്കറ്റ് ഇന്നലെ ആദ്യത്തെ ക്യാൻഡിലിൽ കുറച്ചുകൂടെ ഞാൻ ക്യാൻഡിൽ വലുതാക്കാം.
ഓക്കെ, ഇതാണ് ഇന്നലത്തെ ഓപ്പണിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് അതിന് 15 മിനിറ്റിലേക്ക് മാറ്റുവാണ്. ഓപ്പണിംഗ് ക്യാൻഡിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, മാർക്കറ്റ് മേളിലേക്ക് 280 മേളിലേക്ക് ഒന്ന് പോകാൻ ശ്രമിച്ച് തിരിച്ച് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത പ്രൈസ് 24276. 76 ശേഷം ഒരൊറ്റ വീഴ്ചയായിരുന്നു. 240 താഴെ വന്നപ്പോൾ ഞാൻ ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ, 240 മേളിൽ ക്ലോസിങ് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ക്ലോസ് ചെയ്തു. അതിനുശേഷം എടുത്ത ക്യാൻഡിലുകൾ തിരിച്ചു വന്ന് റീടെസ്റ്റ് ചെയ്യുമോ എന്ന് നോക്കി, റീടെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മേക്ക് ഷുവർ ചെയ്ത് ക്യാൻഡിൽ അവിടെ തന്നെ നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ എടുത്ത ഒറ്റ ട്രേഡേ ഉള്ളൂ. ആ ട്രേഡിന് മാർക്കറ്റിൽ ജസ്റ്റ് ഒരു ഷോർട്ടിംഗ് പൊസിഷൻ, മാർക്കറ്റ് ഈ ക്യാൻഡിൽ റെഡ് ആകുന്നത് കണ്ടിട്ട് ഇതിന് ഒരു ഷോർട്ടിംഗ് പൊസിഷൻ ഈ ഉണ്ടാക്കിയിരുന്ന പ്രീവിയസ് ഐനെ SL കീപ്പ് ചെയ്യുകയും, ഓക്കെ, SL കീപ്പ് ചെയ്യുകയും ഇതിന് ഒരു ടാർഗറ്റ് 24,160 റേഞ്ചിലേക്ക് കീപ്പ് ചെയ്യുകയും ചെയ്തു. ഇത് മാത്രമാണ് ഇന്നലെ ചെയ്തത്. ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 24,100. എന്നാൽ സ്കാൽപ്പർ ആയിട്ടുള്ള എനിക്ക് അത്രയും ക്ഷമ ഇല്ല എന്ന് തന്നെ പറയാം. ബിക്കോസ് ഏറ്റവും അടുത്തുള്ള ടാർഗറ്റ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു പൊസിഷണൽ ട്രേഡറിന് അടുത്ത ടാർഗറ്റ്സ് ആയിട്ട് 24,100ഉം 24,040 ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത് CS ടൈമിൽ തിരിച്ചു വന്ന് മാർക്കറ്റ് 24,100 കൂടെ ഹിറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ എന്ത് സംഭവിച്ചു? മാർക്കറ്റ് ജസ്റ്റ് പുഷ് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്, 24,100 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ട്രേഡിംഗ് വ്യൂവിലേക്ക് കയറിയാൽ 24,264 ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് കാണിക്കുന്നത്. 264 എന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സോ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഇന്നത്തെ സാധ്യത എന്ന് പറയുന്നത് സെയിം ഈ ഒരു 24,120നും 24,080 ഇടയിൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഏറ്റവും അടുത്തുള്ള ലെവൽ എന്ന് പറയുന്നത് 24,040 ഓക്കെ, 24,040. അറ്റ്ലീസ്റ്റ് 100 നിന്ന് ഇനി ഇത് എങ്ങാനും ഓപ്പൺ ചെയ്യുന്ന റേഞ്ച് ഈ 100 ബ്രേക്ക് ചെയ്ത് താഴേക്ക് വീഴുന്ന ക്യാൻഡിലുകളാണെങ്കിൽ 24,040, 24,000, 24,960 എന്നിങ്ങനെ 3 ലെവൽസ് ആദ്യത്തെ സെഷനിൽ തന്നെ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് അത് വീണ്ടും ഇന്ന് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ തന്നെ തുടരുകയാണെങ്കിൽ ആഫ്റ്റർനൂൺ സെഷനിൽ ചിലപ്പോൾ ഇത് 880 ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് ഈ ഒരു ബോക്സിൻ്റെ ഔട്ടർ ലെയറിൽ. പിന്നെ ഭാവിയിൽ ആ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ 23,800 റേഞ്ചസിലേക്ക് ഇതിന് മൂവ് ചെയ്യാൻ. ഓക്കെ, ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനുള്ള സാധ്യത കുറവാണ്. ബിക്കോസ് ഞാൻ അവിടെ എൻ്റെ വീഡിയോ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്യാൻ സാധ്യത 24,120 to 100 or 80, ഈ ഒരു 60 പോയിന്റ് ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 24,100ൻ്റെ തൊട്ടടുത്ത് മാർക്കറ്റ് നിന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്യാം. മോസ്റ്റ്ലി ഡയറക്ഷൻ നെഗറ്റീവ് സൈഡിലാവാൻ സാധ്യതയുണ്ട്. നോക്കുക, 24,040 നിന്ന് 23,960, 960 ഇവിടെയാണ്, 960യിൽ നിന്ന് 880, ഈ 3 ലെവൽസ് മെയിനായിട്ട് വാച്ച് ചെയ്യാനുള്ള. 880, 960, 24,040 റേഞ്ച് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ 100 നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ലെവൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. മേളിലേക്ക് നോക്കിയാലോ, ഇവിടെ 160 റേഞ്ച് ഇല്ല, 180 ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവല്. ഈ 180ഉം 240ഉം നിങ്ങൾക്ക് 2 ലെവൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് മേളിലേക്ക് ഒരു 280 നിങ്ങൾക്ക് വരച്ച് വയ്ക്കാം, പോകാനുള്ള സാധ്യത ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. സോ മാർക്കറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്ത് ഇന്ന് ക്ലോസ് ചെയ്താൽ സന്തോഷം, 24,000ൻ്റെ മേളിൽ നിന്നാൽ എന്നുള്ളതാണ് എൻ്റെ ഒരു അനാലിസിസ്. ഈ അനാലിസിസ് വിട്ടു പോവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ട്രേഡിംഗ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആ ഒരു ട്രേഡിംഗ് സ്ട്രക്ചർ. സോ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ ട്രേഡിംഗ് അനാലിസിസ് എന്ന് പറയുന്നത്. സ്വിംഗ് ട്രേഡിംഗ് എന്നൊന്നും നോക്കിയേ വേണ്ട. മാർക്കറ്റ് താഴെ 24,000 ബ്രേക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും മണ്ടത്തരമായിട്ടുള്ളൊരു ഡിസിഷനാണ്. സോ നമുക്ക് മാർക്കറ്റ് ബെറ്റർ ആകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ട് ആലോചിക്കാം. പലപ്പോഴും ഇത് തന്നെയാണ്, മാർക്കറ്റ് 24,000ന് മേളിൽ വരുന്നു, 24,500 റേഞ്ചിൽ ഹിറ്റ് ചെയ്ത് നിന്ന് പോകുന്നു, തിരിച്ച് വീണ്ടും 24,000 വരുന്നു, നല്ലൊരു സ്വിംഗ് മാർക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്.
സോ ഇന്നത്തെ ട്രേഡിംഗ് അനാലിസിസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു പൊസിഷനിൽ ക്യാരി ഫോർവേഡ് ചെയ്യാതിരിക്കുക. ഇറാൻ സിറ്റുവേഷൻ അത്ര നല്ല രീതിക്കല്ല പോകുന്നത്. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും മൺഡേ ആകുമ്പോഴേക്കും മാർക്കറ്റ് നല്ല വോളട്ടൈൽ ആവാനുള്ള സാധ്യതയുണ്ട്. പ്രീമിയത്തിനകത്ത് ബ്ലൈൻഡായിട്ട് ഗ്യാമ്പിൾ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. നല്ലൊരു വീക്ക് വരട്ടെ, അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. ടിൽ ദെൻ ടേക്ക് കെയർ. Bye.